തിരിച്ചത് മൃദംഗശൈലേശ്വര ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം. അങ്ങനെ കണ്ണൂരിൽ നിന്ന് പോലീസ് പോയി വയനാട്ടിൽ നിന്ന് ആ വിഗ്രഹം റിക്കവർ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. ഈ 3 തവണയും മോഷ്ടിച്ച ഗാങ്ങിനെ കുറച്ചു കാലം കഴിഞ്ഞ് പോലീസിന് പിടികിട്ടിയപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ കാര്യങ്ങൾ പറഞ്ഞു. ഈ മൃദംഗശൈലേശ്വര ക്ഷേത്രത്തിലെ വിഗ്രഹം എടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ലക്ഷണം, ഈ ദിക്കുകളെ പറ്റിയുള്ള അറിവ് നഷ്ടപ്പെടും. വടക്കേതാണ്, തെക്കേതാണ്, കിഴക്കേതാണ്, പടിഞ്ഞാറാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവർ ഈ ദിക്കറിയാതെ ഇവർ കുഴങ്ങിപ്പോവുകയാണ്. തന്നെയുമല്ല, അവരുടെ ബവൽസിൻ്റെ കൺട്രോൾ അവർക്ക് നഷ്ടപ്പെടുകയാണ്. മലമൂത്ര വിസർജനം ചെയ്യാനുള്ള സ്പിഞ്ചേഴ്സിൻ്റെ കൺട്രോൾ അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ അവരറിയാതെ മലവും മൂത്രവും പുറത്തു പോകും. അങ്ങനെയാണ് ഇവർക്ക് 3 തവണ ഇത് കൊണ്ടുപോകാനൊക്കാതെ ആയത് എന്നാണ്. അപ്പോൾ ഈ ഭഗവതിയുടെ കൺട്രോള്, ശക്തി വളരെ ഭയങ്കരമായ ശക്തിയാണ്. അപ്പോൾ ഞാനതിൻ്റെ പൂജാരിമാരോട് ചോദിച്ചു, എന്താണ് ഈ ശക്തിയുടെ ഉറവിടം എന്ന്. അവർ പറഞ്ഞു, ഇതിനെ പ്രതിഷ്ഠിക്കുന്ന കർമ്മം സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ ആ പ്രതിഷ്ഠിക്കുന്ന കർമ്മത്തെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നു. 42 തരത്തിലുള്ള പൂജകൾ ചെയ്ത് 7 ദിവസത്തെ ഒരു പ്രക്രിയയിലാണ് ഈ വിഗ്രഹം അങ്ങോട്ട് പ്ലേസ് ചെയ്യുന്നത്. ആ വിഗ്രഹം പ്ലേസ് ചെയ്യുന്ന 7 ദിവസത്തെ പൂജയുടെ പ്രത്യേകത കൊണ്ടാണ് അതിൻ്റെ പവർ ഈ ഒരു മോഷ്ടാവിനും കൊണ്ടുപോകാനൊക്കാതെ ആയത് എന്നാണ് ആ പൂജാരിമാരുടെ അഭിപ്രായം. ഇമ്പോസിബിളായ കാര്യങ്ങൾക്ക് വേണ്ടി ആരൊക്കെ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർക്ക് ആ ഇമ്പോസിബിളായ കാര്യം കിട്ടിയിട്ടുണ്ട് എന്ന് ചരിത്രം. ഉദാഹരണത്തിന് കെ കരുണാകരൻ സാറ് കോൺഗ്രസ് പാർട്ടി പിളർന്ന് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ മൃദംഗശൈലേശ്വര ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയും പിന്നീട് 2 തവണ മുഖ്യമന്ത്രിയായി വരികയും ഒക്കെ ചെയ്തു. അതിൽ 1993 അദ്ദേഹം ആ ക്ഷേത്രം ഒരു നാഷണൽ ട്രസ്റ്റാക്കാൻ ആഗ്രഹിക്കുകയും എന്നെ PTC പ്രിൻസിപ്പളായി എന്നോട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരാൻ മധുസൂദൻ സാർ ആവശ്യപ്പെട്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ചരിത്രം, അതിൻ്റെ പ്രാധാന്യമൊക്കെ എനിക്കൊന്ന് എഴുതിത്തരാൻ പറഞ്ഞു. ഞാൻ അമ്പരം പോയി. ഞാനൊരു ക്രിസ്ത്യാനി, ഞാൻ കണ്ണൂർക്കാരനുമല്ല. അവിടെയുള്ള ഏതെങ്കിലും ഒരു പ്രാമാണികനായ പൂജാരിയോടോ മറ്റോ ആവശ്യപ്പെടുന്നതിന് പകരം എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താൻ ആ ക്ഷേത്രത്തെപ്പറ്റി ഒരു പ്രസംഗം ചെയ്തവരോ എൻ്റെ അടുത്ത് ആളുകളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനൊരു 6 പേജുള്ളൊരു നോട്ടുണ്ടാക്കി. കാര്യം കേന്ദ്ര ഗവൺമെൻറ് അയച്ചു കൊടുക്കാനാണ് എന്നോട് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഹിസ്റ്ററി, ഐഡലിൻ്റെ പ്രത്യേകത, അതിൻ്റെ മൃദംഗശൈലിയിൽ നിന്ന് ഓരോ പേരും വരാനുള്ള കാരണം, അതിവിടുത്തെ ദേവതയും സംഗീതവുമായിട്ടുള്ള ബന്ധം, അതെങ്ങനെയാണ് ഇമ്പോസിബിൾസിൻ്റെ ഗോഡസ് ആവുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ പറഞ്ഞൊരു നോട്ട് കൊടുത്തു. അങ്ങനെ കരുണാകരൻ സാർ അത് ഡൽഹിക്ക് അയച്ചു കൊടുക്കുകയും മൃദംഗശൈലേശ്വരി ക്ഷേത്രം ഒരു നാഷണലൈസ്ഡ് ടെമ്പിളായി കേന്ദ്ര ഗവൺമെൻറ് കൺട്രോളിലാക്കുകയും ചെയ്തു. പഴശ്ശിരാജാവിൻ്റെ രാജകുടുംബത്തിൽപ്പെട്ട അംഗങ്ങൾക്ക് എത്രയോ ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്തു എന്നാണ് ഞാൻ അറിയുന്നത്. ശരിയാണോ തെറ്റാന്ന് ഞാൻ വെരിഫൈ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തെ പോലെ ക്ഷേത്രത്തെ ഒരു നാഷണൽ സ്റ്റാറ്റസിലേക്ക് ഉയർത്തുന്നതിന് എളിയവനായി എനിക്കൊരു ചെറിയ പങ്കുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. പിന്നീട് ജയറാം പടിക്കൽ സാറും മധുസൂദൻ സാറും രാജൻ കേസിൽപ്പെട്ട് സസ്പെൻഷനായി. 4 വർഷത്തിലേറെ അവർ സസ്പെൻഷനിലായിരുന്നു. അവസാനം 2 പേരും വന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ശയന പ്രദക്ഷിണം നടത്തുകയും അവസാനം 2 പേരും സർവീസിൽ തിരിച്ചു വരികയും 2 പേരും കേരളത്തിലെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ആവുകയും ചെയ്ത് റിട്ടയർ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇത് രണ്ടും ഞാൻ പോലീസിൽ നിന്ന് 2 ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഈ സെന്റ് ജൂഡിൽ കത്തോലിക്കർക്കുള്ള വിശ്വാസം പോലെ ഇമ്പോസിബിൾസായ കാര്യങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ആളുകൾ വരുന്നൊരു ടെമ്പിളാണ്. ആ ടെമ്പിള് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുന്നത് വളരെ നല്ലതാണ്. മെയിൻ റോഡിൽ നിന്നൊരു 45 മീറ്റർ സ്ഥലം വയലിൽ കൂടെ ക്രോസ് ചെയ്തേ അവിടെ എത്താൻ പറ്റുള്ളൂ. വളരെ ഭംഗിയായി അതിൻ്റെ ആർക്കിയോളജിക്കൽ കൺസ്ട്രക്ഷനൊക്കെ അത്ഭുതകരമായ ഒരു കൺസ്ട്രക്ഷനാണ്.